നമസ്തേ. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ പ്രണയമാണ് യാത്രയോട് എന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 1 വർഷത്തിലേറെയായി. പലതവണ പല ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടും ഒന്നും ജോലിയുടെ ഭാഗമായിട്ടുള്ള തിരക്ക് കാരണം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ വേണ്ടിയിട്ട് മൂന്നാർ എത്തിയത്. അത് മൂന്നാർ എത്തി രാവിലെ 11 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. രാവിലെ 7:30 മണിക്ക് തന്നെ എത്തി. അതിനുശേഷമാണ് ഞാൻ പേയ്മെൻറ്റ് കൂടി ഭാവിക്ക് ട്രാൻസ്ഫർ ചെയ്തത്. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എത്തും എന്നുള്ളത്. പക്ഷേ ഞാൻ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെയാണ് വന്നത്. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അത്രയ്ക്ക് എൻജോയ് ചെയ്തു. വളരെ നല്ല വൈബുള്ള ആൾക്കാർ, എക്സലൻറ്റ് കോർഡിനേഷൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്ര നന്നായിട്ട് നമ്മൾ എല്ലാ പേരെയും, ഈ ഗ്രൂപ്പിനകത്ത് ഏതാണ്ട് 22ഓളം പേരുണ്ടായിരുന്നു. ആ 22 പേർക്കും ഇൻഡിവിജ്വൽ കെയർ കിട്ടുന്ന രീതിയിലുള്ളൊരു കോർഡിനേഷനാണ് പ്രണയമാണ് യാത്രയുടെ ടീം ചെയ്തിരിക്കുന്നത്. അതിനവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അവർ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വാക്കുകളാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും നല്ലൊരു കോർഡിനേഷനാണ്. പിന്നെ ഈ പ്രണയമാണ് യാത്രയുടെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഉള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഒരു സ്പെഷ്യൽ വാട്ടർഫോൾ ട്രെക്കിംഗ് ഉണ്ട്. അത് ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് അത് കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഈവനിങ് ക്യാമ്പ് ഫെയർ ഉണ്ട്. അതിൻ്റെ കൂടെയുള്ള മ്യൂസിക് പ്രോഗ്രാമോ അങ്ങനെയുള്ള ഒട്ടനവധി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്ക് മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റോസ് ഗാർഡനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് നേരെ നമ്മൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക് നമ്മൾ പ്രണയമാണ് യാത്രയുടെ ടീം തന്നെയാണ് ജീപ്പിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുവാണ്. അതിനുശേഷം ചെറിയൊരു റെസ്റ്റ് എടുത്തതിന് ശേഷം അതിഗംഭീരമായ ഒരു വാട്ടർഫോൾ ട്രെക്കിംഗ് ആണ്. അത് കാട്ടിനുള്ളിലൂടെയാണ്. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടുന്നൊരു ബെനിഫിറ്റാണിത്. വേറെ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് കിട്ടുന്നുണ്ടായിരിക്കത്തില്ല. അത് തന്നെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ യാത്ര ഫുൾഫിൽഡ് ആയിട്ട് തോന്നും. മീശപ്പുലിമല ഇനി കണ്ടില്ലെങ്കിലും സാരമില്ല എന്നുള്ള രീതിയിലുള്ള റിജുവിനേഷൻ നമുക്കുള്ളിൽ വരും. കാരണം ആ വാട്ടർഫോൾ അധികം വെള്ളമില്ലാത്തൊരു വാട്ടർഫോളാണ്. കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പേർക്കും, നീന്തൽ അറിയാത്തവർക്ക് കൂടി എൻജോയ് ചെയ്ത് വാട്ടർഫോളിൽ നമുക്ക് മുങ്ങിക്കുളിക്കാനും ഒക്കെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ കാട്ടിനുള്ളിലൂടെയാണ് തിരിച്ചു വരുന്നത്. ഒരു 3 കിലോമീറ്ററോളം റൗണ്ട് ട്രിപ്പ് ട്രെക്കിംഗ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അന്ന് ഇവിടെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് ഫെയർ ഉണ്ട്, മ്യൂസിക് പ്രോഗ്രാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത്. 4 മണിക്ക് എണീറ്റ് റെഡിയായി 5 മണിക്ക് നമ്മൾ ബ്രെഡും കഴിച്ച് ഇവിടുന്ന് പുറപ്പെട്ട് നേരെ നമ്മൾ റോഡോ മാൻഷനിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 5 കിലോമീറ്റർ 5 to 7 കിലോമീറ്റർ നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. ഓഫ് റോഡ് ഡ്രൈവാണ്. അതിനുശേഷം 7 മലയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് മല കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് 6-6:30 മണിയാവും. അപ്പോഴേക്കും നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ മീശപ്പുലിമലയിലേക്കുള്ള ട്രെക്കിംഗ്. അതിഗംഭീരമായ പ്രോഗ്രാമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം പോകുന്ന വഴിയിലെല്ലാം നമുക്ക് അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ്, അതിമനോഹരമായ പ്രകൃതിയുടെ വിസ്മയങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ വെയിൽ മാറും, പെട്ടെന്ന് തന്നെ കാറ്റടിക്കും, പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് തന്നെ കോടമഞ്ഞ് വരും. അങ്ങനെ നമുക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും വന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രണയമാണ് യാത്രയുടെ ടീമിനോട് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും, ഈ ഗ്രൂപ്പിലൂടെ വരുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. കൂടുതൽ ഈ എനർജി നമ്മൾ തിരിച്ചു കൊണ്ടുപോയി ആ വൈബിലൂടെ, ആ പോസിറ്റീവ് എനർജിയിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ. പ്രണയമാണ് യാത്രയുടെ ഇനിയും പ്രോഗ്രാമുകളിൽ ഞാൻ വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. മീശപ്പുലിമല ട്രെക്കിംഗ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാക്കി തന്നതിന് പ്രണയമാണ് യാത്രയോട് നന്ദി. താങ്ക് യു.